തമിഴ്നാട്ടിലെ ഹൊസൂരിൽ അഭിഭാഷകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഹൊസൂർ കോടതി പരിസരത്തായിരുന്നു സംഭവം. പ്രതി ആനന്ദ് കീഴടങ്ങിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. റഹീസ്, എന്തിനായിരുന്നു ഈ ആക്രമണം എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഈ ആനന്ദ് ഇപ്പോൾ കീഴടങ്ങിയിട്ടുണ്ട്. അഭിഭാഷകനെതിരെ ആക്രമണത്തിലുള്ള പ്രകോപനം എന്തായിരുന്നു? പ്രജിൻ, അല്പസമയം മുമ്പാണ് ഹൊസൂർ കോടതി പരിസരത്ത് വെച്ച് ഇയാൾ ഈ ആനന്ദ് എന്ന് പറയുന്ന കണ്ണനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഈ കണ്ണൻ അവിടുത്തെ ഒരു അഭിഭാഷകനാണ്, ഒരു പ്രാക്ടീസിങ് അഭിഭാഷകനാണ്. അദ്ദേഹം ഒരു പ്രമുഖ അഭിഭാഷകന് കീഴിലാണ് പ്രാക്ടീസിങ് നടത്തുന്നത്. അപ്പോൾ കോടതിയിൽ ഒരു ഹിയറിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു ഈ പ്രതി ആനന്ദ് ഇയാളെ റോഡിൽ വെച്ച് മറ്റ് അഭിഭാഷകരും നാട്ടുകാരും ഒക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇയാളെ ആക്രമിക്കുന്നത്. നിരവധി തവണ കഴുത്തിന് കത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ ശേഷം ഈ കണ്ണൻ ചോരയിൽ കുളിച്ചു കിടന്ന കണ്ണനെ അഭിഭാഷകർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ശേഷം ആനന്ദ് ഇവിടെ നിന്നും ഓടിപ്പോയിരുന്നു. പിന്നാലെ ഇയാൾ വന്ന് കീഴടങ്ങി. ഇയാൾ കീഴടങ്ങിയ ശേഷം ലഭിക്കുന്ന വിവരം വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ്. നേരത്തെ ഈ കണ്ണനും ആനന്ദും തമ്മിൽ അറിയാമായിരുന്നു. ഏതോ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ശേഷം ഇയാൾക്ക് പക തോന്നുന്ന തരത്തിൽ കണ്ണൻ പ്രവർത്തിച്ചു. അത് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടാണോ അതോ വ്യക്തിപരമായ നിലയിലാണോ എന്ന് അറിയില്ല. എന്തായാലും ഇയാൾ അതിനുശേഷം ഇന്ന് രാവിലെ പരിസരത്തേക്ക് എത്തുന്നു. എപ്പോഴാണ് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് നോക്കുന്നു. അപ്പോൾ ഇയാൾ ഒരു ഹിയറിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഈ അഭിഭാഷകനായ കണ്ണൻ ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ ആനന്ദ് നിരവധി തവണ ഇയാളുടെ കഴുത്തിൽ ആഞ്ഞു വെട്ടുന്നത്. ശേഷം ഇയാൾ താഴെ വീണതിനു ശേഷവും കഴുത്തിൽ ആഞ്ഞു വെട്ടി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ളൊരു ആക്രമണമായിരുന്നു. പിന്നീട് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ശേഷം ഇയാൾ തന്നെ ഏതാണ്ട് 2-2:30 കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. പോലീസ് എന്തായാലും ഇയാളെ കാര്യമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. തമിഴ്നാട്ടിൽ ഇന്നുണ്ടാകുന്ന രണ്ടാമത്തെ സംഭവമാണ് ഇത്തരത്തിലൊരു ആക്രമണം. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില ഗുരുതരമായി തകരുകയാണ് എന്നാണ് പറയുന്നത്. BJP അധ്യക്ഷൻ കെ അണ്ണാമല അടക്കമുള്ളവർ ഇപ്പോൾ ഈ ആക്രമണങ്ങൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ AIADMK രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പ്രശ്നം മാറുന്നു എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കണ്ണൻ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സാരമായ പരിക്കുകളാണ്, ആഴത്തിലുള്ള പരിക്കുകളാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ചോര വാർന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്തായാലും നിലവിൽ ഇയാൾ ചികിത്സയിലാണ്. പ്രജിൻ, ശരി. റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.